ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ പണിയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു 1 വീക്കായി. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമ്മൾ ഷോക്കായി പോവില്ലേ. അപ്പം ഇന്നിപ്പോൾ 1 വീക്കായി. എൻ്റെ മോളുടെ നിച്ചുവിൻ്റെ കാല് ഒന്ന് ഫ്രാക്ചറായി. ലെഗിലാണ് ഫ്രാക്ചർ വന്നേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സൺഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് മൺഡേ. അപ്പോൾ ഇന്ന് റിവ്യൂവിന് വന്നതാട്ടോ ഹോസ്പിറ്റലിൽ. കുഴപ്പമൊന്നുമില്ല, ബെറ്ററായിട്ട് വരുന്നു. പക്ഷെ ആ ഒരു വീണ സമയത്ത് നമ്മളാകെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് കുഞ്ഞല്ലേ, അപ്പം ആകെ നമ്മൾ ഷോക്കായിപ്പോയി. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സ്കൂട്ടിയിൽ നിന്നാണ് വീണത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ സ്കൂട്ടി കയറ്റുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സ്കൂട്ടിയിൽ ഫ്രണ്ടിലായിരുന്നു നിന്നത്. അപ്പോൾ പെട്ടെന്ന് വണ്ടി ഇതായി ബാലൻസ് പോയി. അപ്പം നമ്മൾ ഗേറ്റിൽ പോയിട്ടാണ് ഇടിച്ചത്. വീട്ടിൽ തന്നെയായിരുന്നു. ഗേറ്റിൽ പോയി ഇടിച്ച് അങ്ങനെ സ്റ്റക്കായി അങ്ങനെ വീഴുക ചെയ്തത് കേട്ടോ. അപ്പം കൊച്ചു ഫ്രണ്ടിലാണ് നിന്നെ. അപ്പം വീണ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു. വീണ സമയത്ത് അതിൻ്റെ ഇടയിൽ കുടുങ്ങി മടങ്ങിപ്പോയി. എന്താ സംഭവിച്ചറിയില്ല, കാലിനാണ് ഇത് വന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. മോനെ അതിൻ്റെ സൗണ്ട് ഇച്ചിരി കുറച്ച് സൗണ്ട് കുറയ്ക്കാമ്പോൾ പറയും. അപ്പം ഞാൻ വീണ് കഴിഞ്ഞപ്പം കൊച്ചു കാല് നിലത്ത് വിട്ടാതെ എനിക്ക് അറിഞ്ഞിട്ട് എന്ത് ചെയ്യും. ആകെ ഞാൻ ടെൻഷനായിപ്പോയി. എവിടെ കൊണ്ടുപോകണം, എങ്ങോട്ട് കാണിക്കണം, ഒന്നും ഭയങ്കര ടെൻഷനായിപ്പോയി. വീണ് കഴിഞ്ഞിട്ട് കൊച്ചു പറയുന്നത് കാല് തിരിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അന്ന് സൺഡേ ആയതുകൊണ്ട് മെയിൻ ഡോക്ടേഴ്സ് എവിടെയില്ല. ഓർത്തോനെ ആകുമ്പോൾ കാണിക്കേണ്ടത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചു. എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ഫ്രാക്ചർ ഉണ്ടായിരുന്നു. പൊട്ടുണ്ട്, ആങ്കിളിൻ്റെ അവിടെയാണ് കേട്ടോ പൊട്ട് വന്നത്. എല്ലിന് പൊട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓർത്തോയ്ക്ക് റിസൾട്ട് എക്സ്റേയുടെ ഇതൊക്കെ അയച്ചു കൊടുത്തപ്പം പ്ലാസ്റ്റർ ഇടാന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഈ കാസ്റ്റർ അങ്ങനെ കുട്ടിക്ക് ഇട്ടു കേട്ടോ. കാണിച്ചു തരാം. ഞങ്ങളിതാ ഇങ്ങനെ ഇട്ടു. ഇന്നിപ്പോൾ ടൈറ്റ് ചെയ്യാൻ വന്നതാണ്. ഇങ്ങനെ ഇടാൻ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ സർജറിയുടെ ആവശ്യം വരില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായി. മൺഡേ വന്നിട്ട് ഓർത്തോനെ കാണിച്ചു. പ്ലാസ്റ്റർ ഒന്നുകൂടി അഴിച്ചിട്ട് ഒക്കെ നോക്കി ടൈറ്റ് ചെയ്ത്. പുറത്ത് വലിയ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളിലോട്ടായിരുന്നു പൊട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം ചെറിയ രീതിയിൽ നല്ല പെയിൻ ഉണ്ടാകും. പിന്നെ പെയിനിന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇപ്പം പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ റിവ്യൂവിന് വന്നതാണ്. ഇന്നും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 വീക്സ് കഴിഞ്ഞ് വരുമ്പോൾ അവരൊരു റഫ് എക്സ്റേ എടുക്കും. അങ്ങനെ എന്നിട്ട് ബോണ് അടുത്തോ എന്നൊക്കെ ഉള്ളത് നോക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ബോണാകുമ്പോൾ പെട്ടെന്ന് അടുക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങളുടെ ബോൺസ് നമുക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ പ്രായമായി കഴിയുമ്പോൾ അത് ബോൺ അടുക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. കുട്ടികളുടെ ആകുമ്പോൾ ഒക്കെ ആയി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാനും വണ്ടിയിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയൊരു ചതവ്, കയ്യിൽ ഒരു ചെറിയൊരു ചതവ് പോലെ അങ്ങനെ വന്നത്. ശരിക്കും പറഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കാനായപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ റെസ്റ്റിലാണ്. എന്തായാലും ഒരു 1 മന്തെങ്കിലും നമുക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണം. കാലൊട്ടും തന്നെ ഇളക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്രയും ടൈറ്റ് ചെയ്തിട്ടുണ്ട് അനങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്ന് ഓക്കെ, വേറെ കുഴപ്പമില്ല എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. ആ ദിവസമൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഇച്ചിരി ടെൻസ്ഡായിപ്പോയി. ഇപ്പോൾ ഒന്ന് ഓക്കെ കൂളായിട്ടിരിക്കുകയാണ്. അതപ്പോൾ അന്നൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ചിന്തിക്കാത്തൊരു കാര്യമൊക്കെ ഇങ്ങനെ ലൈഫിൽ പെട്ടെന്ന് സംഭവിക്കുമ്പോഴേ നമ്മൾ ആകെ എന്ത് ചെയ്യും, എന്താണ് ഓപ്ഷൻ ഒന്നും അറിയാതെ ആകെ നമ്മൾ സ്റ്റക്കായി പോവില്ലേ. ഓക്കെയാണ്, പെട്ടെന്ന് തന്നെ ഓക്കെ ആയി. ഇനി ഞങ്ങൾക്ക് സ്കൂളൊക്കെ ഇപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ കുറച്ച് നല്ല റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പോവുക. നിച്ചുൻ്റെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. April 1 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 9 days അവർക്ക് ക്ലാസ് ഉണ്ടായിട്ട് പിന്നെ വെക്കേഷനാണ്. ശരിക്കും പറഞ്ഞാൽ നിച്ചുൻ്റെ ക്ലാസ് May 29 സ്റ്റാർട്ട് ചെയ്യും. നിച്ചുൻ്റെ ടെടി കാണിച്ചേമ്മ, പുതിയ ടെടി. ഇതിൻ്റെ പേരെന്താ? ഇതിനിപ്പോൾ വേനയുണ്ടോ? ടൈറ്റ് ആക്കിക്കൊണ്ട് ഇച്ചിരി വേനയുണ്ടല്ലേ. നമ്മളിന്ന് ഡോക്ടറെ കണ്ടില്ലേ. ഉറങ്ങണില്ല. ഇപ്പൊ എത്ര മണിയായിന്നറിയോ? ടൈം ഉറങ്ങ. നിച്ചുവിന്റെ കാല് കണ്ട എന്ത് പറ്റിയെന്ന് നിച്ചു കാലിന്? എങ്ങനെയാ വീണേ കൊച്ച്?
ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറഞ്ഞോ? ആശ്വാസം ഉണ്ടോ? ഇതെന്താ കാലിലൊക്കെ? ഡോക്ടർ എന്താ പറഞ്ഞു ചുച്ചുവിനോട്? മണ്ടേ കാണിക്കാം. റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞോ? എന്നാ കിടന്നുറങ്ങ. ആ റെസ്റ്റ് ആണ്, ഇനി ഉറങ്ങ. സമയായി, കിടന്നുറങ്ങിക്ക്. ഇപ്പൊ എത്ര മണി? 12 o'clock ആയി. കിടന്നുറങ്ങ. ഞങ്ങളുടെ കാലിന് ഈ ഒരു സംഭവം ഉണ്ട്. എനിക്ക് അതിന്റെ വോളിയം കുറച്ച് നമുക്ക് ഇതിൽ കിട്ടില്ല. വോളിയം കുറയ്ക്ക്. നിച്ചുവിൻ്റെ കാല് ഈ ഒരു ആക്സിഡൻറ്റ്, അത് ഈ ഒരു ഇത് ഫ്രാക്ചർ ആവുന്നത് 18th മെയ് 18th കേട്ടോ, സൺഡേ. അപ്പോൾ ഇന്നിപ്പോൾ അതാ 22nd ആയി, തേഴ്സ്ഡേ. അപ്പോൾ ഇപ്പം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൺഡേ ആണ് ഡോക്ടറെ കാണേണ്ടത്. ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു പ്ലാസ്റ്റർ ഇട്ടേക്കുന്നത് ഇനി ടൈറ്റ് ചെയ്യണം. ഇനി ഉറങ്ങിക്കാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ കുറച്ച് റെസ്റ്റ് വേണം. അപ്പോൾ ഇനി എന്താണെന്നുള്ളത് മൺഡേ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് അറിയുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ് പറ നിച്ചു. നിച്ചു ഒന്ന് ഉറങ്ങിക്ക് നിച്ചു. അല്ല മേമി വർക്ക് ചെയ്തിട്ട് വരട്ടെ. ഇല്ലേ, ഇപ്പം നിച്ചുവിൻ്റെ അപ്പ വന്നു. അപ്പം ഇന്നാണ് വരുന്നത് അല്ലേ. അപ്പം കൊച്ചിയിലായിരുന്നു. അപ്പം ഇന്ന് വീട്ടിലോട്ട് വന്നു. അപ്പം നിച്ചു രാവിലെ വന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന ഗിഫ്റ്റ്. അപ്പം നിച്ചു ഹാപ്പി ആയി. നിച്ചു ഇതെന്താ നിച്ചു? ക്ലോക്കാ? പിന്നെന്താ അപ്പൊ കൊണ്ടുവന്നേ? ഒന്ന് കാണിച്ച. വേറെ എന്താ കൊണ്ടുവന്നേ? പിന്നെന്താ? ഇതാണ് തലയിലിടുന്ന ക്ലിപ്സിലെ ഒന്ന്. പിന്നെ നിച്ചു ഹാപ്പി ആയി. നിച്ചുവിന് ടോയ് കിട്ടി. ഇതും കിട്ടിയില്ലേ? ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവം നടന്നു, അതായത് ഈ ആക്സിഡൻറ്റ് നടന്നു ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻട്രോയും ഈ ഒരു ദിവസത്തിലാണ് എടുത്തിട്ടുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ ഫ്രാക്ചർ ആയതിനു ശേഷമുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇൻട്രോ എടുത്തിരിക്കുന്നത് ഈ ഒരു ഫ്രാക്ചറായി 1 വീക്ക് കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി, പ്ലാസ്റ്റർ ടൈറ്റ് ചെയ്തു. ഇനി ഒരു 3 വീക്സ് കഴിയുമ്പോഴാണ് നമുക്ക് വീണ്ടും ഡോക്ടറെ കാണേണ്ടത്. അന്ന് റഫ് എക്സ്റേ എടുക്കും കേട്ടോ. അതുവരെ കംപ്ലീറ്റ് റെസ്റ്റാണ്. കാലൊന്നും അനക്കാൻ പറ്റില്ല. ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ഇതാ പിന്നെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പൊ നിച്ചു ഓക്കെ അല്ലേ? വേദനയൊക്കെ കുറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് കുറച്ച് ദിവസങ്ങൾ റെസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കാലിതാ ഇപ്പൊ നല്ല ടൈറ്റ് ചെയ്ത് വെച്ചേക്കുവാ. അനക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് നിച്ചുവിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 29th പക്ഷെ നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. സോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിച്ചുവിന് തണുക്കുണ്ടോ? അത് നട്ടിട്ടില്ല ചോദിച്ചു. അത് മഴ കാരണം മാറ്റി വെച്ചേക്കുന്ന, അല്ലെങ്കിൽ ആ വിത്ത് മുഴുവൻ ഒഴിച്ചു പോകത്തില്ല. ഒരു ടൈമിൽ എനിക്ക് പ്രൗഡായിട്ട് തോന്നിയത് നിച്ചു ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി നല്ല മെച്ചുവേർഡ് ആയിട്ടാണ് മോൾ ഈ സമയത്ത് ബിഹേവ് ചെയ്തത്. ഓക്കെ ആയി വരുന്നുണ്ടോ? ഇപ്പം നിച്ചു ഓക്കെ ആയി വരുന്നു. ഇതാ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് മൺഡേ നമുക്ക് കാണപ്പെടാം. വേദനയൊക്കെ പോയില്ലേ? എടുത്താൽ മതി അല്ലേ? ഓക്കെ, ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. അപ്പം വീൽ ചെയറിലിരുത്തിയിട്ട് ഇങ്ങനെ കാലിന് റെസ്റ്റ് ആണല്ലോ, അപ്പം അതുകൊണ്ടാണ് വീൽ ചെയറിലിരുത്തിയിട്ട് പുറത്തു കൂടി കൊണ്ട് ഇറങ്ങുന്നത്. ആണോ? മേമിയാണോ ഐഡിയ തന്നേ? പുറത്തോട്ട് ഇറങ്ങാനുള്ള ഐഡിയ ആരാ തന്നേ? മേമാമയാ പുറത്തോട്ട് ഇറങ്ങാനുള്ള ഐഡിയ തന്നേ? പുറത്തോട്ട് ഇറങ്ങാനുള്ള ഐഡിയ മേമാമ തന്നെയാ അല്ലേ? ആ മേമി ഓടിപ്പിക്കുക, ചൂടുക. ഇരിക്കുക. ചിച്ചു, യു ഫീലിംഗ് ബെറ്റർ നൗ? ഓക്കെ ആണോ? ആർ യു ഫീലിംഗ് ബെറ്റർ? ഓക്കെ. ഇന്നിപ്പോൾ എത്രാമത്തെ ദിവസമാവേ? 3rd വീക്ക് അല്ലേ?
ഇന്ന് 3 വീക്സായി. ഇന്നത്തെ സൺഡേ എന്ന് പറയുമ്പോൾ 3rd സൺഡേ. ഓക്കെ, അപ്പം അല്ല 3rd സൺഡേ. ഓക്കെ, ഇത് 3rd സൺഡേ ആയി വീണിട്ട്. കഴിഞ്ഞ 2 സൺഡേ മുന്നേ ആണ് വീണത്. യെസ്. ഇനിയിപ്പോൾ ഈ കമ്മിങ് മൺഡേ നമുക്ക് വീണ്ടും ഒന്ന് ഡോക്ടറെ കാണാൻ റിവ്യൂവിന് പോകണം. അപ്പോൾ ആണ് റഫ് എക്സ്റേ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഞങ്ങളിപ്പം ഓക്കെ ആയി വരുന്നു. കുഴപ്പമൊന്നുമില്ല, പെയിനൊക്കെ മാറി. നമുക്കിനി ഒരു 1 വീക്കും കൂടി കഴിഞ്ഞിട്ട് ഒരു റഫ് എക്സ്റേ എടുക്കണം. ഇപ്പോൾ ബോണാണല്ലോ ഫ്രാക്ചർ ആയേക്കട. അപ്പോൾ അത് അടുത്തോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റഫ് എക്സ്റേ എടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു 3 വീക്സായി. അപ്പോൾ സ്കൂളിൽ കുറച്ച് ദിവസത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം മാമിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളത്തെ റെസ്റ്റും കൂടി വേണം. ദൈവാനുഗ്രഹിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഇപ്പോൾ നമ്മളൊന്ന് മുറ്റത്തിറങ്ങി ഇച്ചുവിനെയും കൊണ്ടൊന്ന് ഇതിലേക്കൊന്ന് റൗണ്ട് അടിക്കുക. അതായത് മുറ്റത്ത് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പിക്കുകയാണ്. ഒരു വീൽ ചെയറൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിച്ചുവിനും കുറച്ചൊന്ന് റിലാക്സ് ആവും. ഇന്നാണെങ്കിൽ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല മഴയായതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊക്കെ ഒന്നും ഇല്ലാതെ ഇരുന്നുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുറ്റത്ത് കൂടി നിച്ചുവിനെ ഒന്ന് ഓടിപ്പിച്ച് അങ്ങനെ ഒന്ന് അവൾക്കൊരു റിലാക്സേഷൻ ആകുമല്ലോ. സോ അങ്ങനെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. മുറ്റത്ത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിപ്പിക്കുന്നു ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നന്നായിട്ട് ബെറ്ററായിട്ട് വരുന്നു, ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിനി ഒരു റഫ് എക്സ്റേ എടുക്കണം. അതൊരു ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് വീക്ക് എടുത്താൽ മതി. കാരണം ഇപ്പോൾ 3 വീക്സായി. അപ്പം ഇനി എന്തായാലും ഒരു റഫ് എക്സ്റേയും കൂടി എടുത്തിട്ട് നോക്കണം ബോൺസിൻ്റെ അത് എത്രത്തോളം അടുത്തു എന്നൊക്കെ ഉള്ളത്. കാൽസ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ബോണിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഹെൽത്തി ആയി ഓക്കെ ആയി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇതൊക്കെ ഞാൻ പല ഭാഗങ്ങളായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓൾറെഡി ആ ഒരു സമയത്ത് ഈ ഒരു പ്രോബ്ലം ഉണ്ടായ ഒരു സമയത്ത് നമുക്കത് ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഒരു മാനസികാവസ്ഥയൊക്കെ വേറെയായിരുന്നേ. അതിനുശേഷം ഓക്കെ ആയെന്ന് റിലാക്സ് ആയതിനു ശേഷമാണ് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഫസ്റ്റ് ടൈം റിവ്യൂവിന് പോയപ്പോഴും കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാനിത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഓക്കെയാണ് ആൾ. പല ഭാഗങ്ങൾ ചിലപ്പോൾ മിക്സ് ആയിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത്. കാരണം പല ദിവസങ്ങളിലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ഓരോ സ്റ്റേജ് വൈസ് എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഇച്ചു ദാ ഫ്രാഷൻ ഫ്രൂട്ട്. ഇച്ചു ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ടായതാ. ബാ, എവിടെ? ഓ, ഇങ്ങോട്ട്. എവിടെ? പുതിയതുണ്ടാവുന്നേ. ഇങ്ങനെ പറഞ്ഞു പറ്റിയാലോ? പിടിക്കാം. സോ അങ്ങനെ ഇപ്പോൾ 3 വീക്സ് ആയിട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് റിവ്യൂ ഡേറ്റ് ഉണ്ട്, ഡോക്ടറെ കാണണം. ഇപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് റെസ്റ്റ് ആയതുകൊണ്ട് ഹെയർ വാഷിംഗ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഹെയറിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. ലെങ്ത്ത് മീൻസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ആൾക്ക് ഇപ്പോൾ നിച്ചുവിന് ഹെയർ കട്ടിംഗ് ഒന്നും വലിയ ഇഷ്ടമല്ല. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഹെയർ നീട്ടണം എന്നുള്ള ഇൻട്രസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സമ്മതിപ്പിച്ചെടുക്കാൻ ഇച്ചിരി പാടുപെട്ടു. അങ്ങനെ ഇവിടെ വന്ന് ഹെയർ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹെയർ ഡ്രൈ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ലെങ്ത്തൊന്നും അധികം കുറയ്ക്കാതെ ലെയർ പാറ്റേണിലുള്ള ഒരു ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഇത്തവണ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി നിച്ചുവിനും അത് ഇഷ്ടപ്പെട്ടു. Everyday setting and all, then only haircut gives you that kind of look. Okay? Without setting, haircut doesn't give you that kind of look exactly. Without So setting, layers can be seen only setting only. Exactly. Layers, see, without setting also layer looks bit good. Okay. Okay. So with setting, layer, like gives that kind of look also. Okay. So nowadays, see, we are looking so many videos, photos, and I'll try to keep length, okay? Yeah. I think that's enough for this photo.
ഇങ്ങനെ ഫൈനലി ഹെയർ കട്ടൊക്കെ ചെയ്തു. ലെയർ പാറ്റേണിലുള്ളൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പാറ്റേണിൽ ഹെയർ കട്ട് ചെയ്യുന്നത്. എന്തായാലും രസമുണ്ടായിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു, നിശ്ചയനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നാച്ചുറൽസിലാണ് ഹെയർ കട്ടിങ് ചെയ്യാൻ പോയത്. ഇവിടുത്തെ ഒരു വ്യൂ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈവനിങ് ടൈമിലായിരുന്നേ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നാളെ നമുക്ക് ഡോക്ടറെ മീറ്റ് ചെയ്യണം. അപ്പോൾ 3 വീക്സായി ഇവിടെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ. ഹെയറൊക്കെ നല്ല രീതിയിൽ കംഫേർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്തത്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി, ഡോക്ടറെ കണ്ടു. ഇനി പ്ലാസ്റ്റർ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു റഫ് എക്സ്റേ എടുക്കണം. അതിനുശേഷം എന്താ പറയണതെന്ന് നോക്കണം, എത്രത്തോളം ബോണ് ജോയിൻ ആയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊന്ന് ചെക്ക് ചെയ്യണം. എന്ത് ഷേക്ക് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ആ മാസ്ക് ഒന്ന് വയ്ക്കേ, ആ മാസ്ക് ഒന്ന് വരും, ആ മാസ്ക് ഒന്ന് വരും. അപ്പോൾ നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ബോൺ ജോയിൻ ആവാനുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു 2 വീക്സിലോട്ട് പ്ലാസ്റ്റർ കണ്ടിന്യൂ ചെയ്തിടാനാണ് കേട്ടോ പറഞ്ഞത്. റെസ്റ്റൊക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടുന്ന് റിസൾട്ടൊക്കെ വാങ്ങി ഡോക്ടറെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോയി. ഈ റിവ്യൂ ഡേറ്റ് നമുക്ക് കിട്ടിയത് ആഫ്റ്റർ 2 വീക്സ് 23rd കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. അപ്പോഴാണ് നമ്മുടെ ടോക്കൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ടു, പ്ലാസ്റ്ററൊക്കെ റിമൂവ് ചെയ്ത് എക്സ്റേ എടുക്കാൻ പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഡോക്ടറെ കാണിച്ചു റിസൾട്ട്. അതിനുശേഷം ഡോക്ടർ പ്ലാസ്റ്റർ റിമൂവ് ചെയ്തിട്ട് ബാൻഡേജ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1 മന്തിലോട്ട് ബാൻഡേജ് ആണ്. ചെറിയ രീതിയിലൊക്കെ നടന്നു തുടങ്ങാം. നല്ല മാറ്റമുണ്ട്. അതേപോലെ കാലസ് ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ബോണിനൊരു സ്ട്രെങ്ത്തും കൂടി വരണം. അങ്ങനെ നിശ്ചയുടെ കാലിൽ പ്ലാസ്റ്ററൊക്കെ കട്ട് ചെയ്തിട്ട് ബാൻഡേജ് ആക്കി അല്ലേ. 1 മന്ത് ബാൻഡേജും കൊണ്ട് ബാൻഡേജ് ഇടണം. ഡേ ടൈമിലും അതേപോലെ നടക്കുമ്പോഴൊക്കെ ബാൻഡേജ് മസ്റ്റായിട്ട് കാലിലിടണം. നൈറ്റ് ഉറങ്ങുമ്പോൾ മാത്രമായിട്ട് ഊരി വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് റിലാക്സേഷനോട് കൂടിയിട്ടാണ് ഇത്തവണ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.